അങ്ങനെ ഉത്സവത്തിന്റെ പേരും പറഞ്ഞ് സ്വന്തം വീട്ടിൽ നിൽക്കാൻ പോയ എന്നെ ഏട്ടൻ 2 ദിവസം കൊണ്ട് കൂട്ടി വന്നല്ലോ. അതിന്റെ പ്രതികാരമായിട്ട് ഞാൻ പറഞ്ഞു, ഇപ്പൊ എനിക്ക് അമ്പലപ്പറമ്പിൽ എത്തിയേ പറ്റുള്ളൂ, എനിക്ക് നേർച്ച കൊടുക്കാണ്ടെന്ന്. അതിന്റെ കൂടെ കുറച്ച് കരച്ചിലും പിടിച്ചിലൊക്കെ ആയപ്പോഴത്തേക്ക് ഏട്ടന് വേറെ വഴിയില്ലാതെ എന്നെ നേരെ അമ്പലത്തിലേക്ക് കൊണ്ടുവന്നു കേട്ടോ. പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ സെറ്റ് സാരി എടുത്തിട്ടാണ് വന്നതെങ്കിലും ഇവിടെ എത്തിയപ്പോൾ സെറ്റ് സാരി പോയിട്ട് സെറ്റ് മുണ്ട് പോലും ആരും എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ നേരെ എൻ്റെ അമ്മേന്റെ വീട്ടിൽ പോയിട്ട് സാരിയൊക്കെ മാറ്റി വന്നു. മാത്രമല്ല മോളെ എടുക്കാനും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ പോയി ഡ്രസ്സൊക്കെ മാറി വരുമ്പോഴത്തേക്ക് എന്നെ കാളി ഏകദേശം ഉറഞ്ഞു വരുന്നുണ്ടായിരുന്നു കേട്ടോ. ആ സമയത്താണ് നമ്മുടെ നേർച്ചകളൊക്കെ കൊടുക്കേണ്ടത്. ഞാനൊരു ചുവപ്പ് പട്ട് കൊടുക്കാണ്ടായിരുന്നു, പൊന്നും കൊടുക്കാണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പട്ടൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് മാറി നിൽക്കാണ് കാളിത്തറ കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ 2 ദിവസമായിട്ട് തെറയും വെള്ളാട്ടമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ മെയിൻ തറ എന്ന് പറയുന്നത് അവസാനം നടക്കുന്ന ഈ ഒരു കാളിത്തറ കേട്ടോ. ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങ് ഓടി വന്നത്. ഇത് കാണാനൊരു ഭംഗിയാണ്, അതിൻ്റെ കൂടെ തന്നെ ഭയങ്കര ഒരു പേടിയാട്ടോ. കളീൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഓടിയിട്ട് പറമ്പിൻ്റെ ഒക്കെ അപ്പുറത്തൊക്കെ എത്തിപ്പോറുണ്ട് കേട്ടോ. ഞങ്ങൾ ഇരിക്കുന്ന ഭാഗത്തേക്ക് വന്നപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് പേടിച്ചിട്ട് അവിടെ നിന്ന് എണീറ്റ് ഓടി. ഇതുപോലെ ഒരു ഓട്ടം ഓടിയിട്ട് റോട്ടിലേക്കും കിണറ്റിൻ്റെ ഭാഗത്തേക്കൊക്കെ ചാടാൻ വേണ്ടി ഓടുമ്പോൾ ആൾക്കാർ പിടിച്ചു കൊണ്ടുവരും കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ സമയം ഇരുന്നിട്ട് കൽപ്പന പറയും. അതും കഴിഞ്ഞിട്ടാണ് ഇവിടെ കുരിശ് കഴിക്കുക. അതിന് കുരിശിന്നാണോ കുരുതിന്നാണോ കറക്റ്റായിട്ട് പറയാൻ എനിക്കറിയില്ല കേട്ടോ. എന്താണെങ്കിലും അതും കഴിഞ്ഞ് നാടിനെക്കുറിച്ചും അമ്പലത്തിനെക്കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് അവിടുത്തെ തെറ കഴിയാറ്. എന്താണെങ്കിലും ഇപ്രാവശ്യം അതൊന്നും കാത്തുന്നില്ല. ഫുഡും കഴിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ